ഇന്ന് നമുക്ക് മൈസൂർ പാക്ക് തയ്യാറാക്കാം. നെയ് മൈസൂർ പാക്കാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. നമ്മളെ സാധാരണ മൈസൂർ പാക്കിനെ അപേക്ഷിച്ചിട്ട് കുറച്ചുകൂടി എളുപ്പമാണ് ഈ ഒരു മൈസൂർ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മൈസൂർ പാക്കാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം ഞാനിവിടെ 2 പാൻ എടുത്തിട്ടുണ്ട്. ഒരു പാനിലേക്ക് നമുക്ക് 1 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് നെയ്യ് എടുത്തിട്ടുണ്ട്. ഈ ഒരു നെയ്യ് ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു കടലമാവും നെയ്യും ഒന്ന് ചൂടാക്കി എടുക്കണം. കടലമാവ് ചൂടാക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു കടലമാവിൻ്റെ കളറ് മാറിപ്പോകാൻ പാടില്ല. ചെറിയൊരു തീയിൽ വെച്ചിട്ട് ഈ ഒരു കടലമാവ് ചെറുതായി ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി. കടലമാവ് ചൂടായി വരുന്ന സമയത്ത് നല്ലൊരു മണം വരും. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു കടലമാവിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ നെയ്യും കടലമാവും ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചൂടാക്കി എടുക്കുന്നത്. ഇപ്പോൾ രണ്ടും നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. കടലമാവ് ചൂടായി വന്നിട്ട് നല്ലൊരു മണം വരുന്നുണ്ട്. അതേസമയം നമ്മുടെ നെയ്യും നന്നായിട്ട് ഉരുകി വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു ചൂടാക്കിയ കടലമാവിനെ ഒന്ന് അരിച്ചെടുക്കണം. ഞാനൊരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് ഈ ഒരു കടലമാവ് മുഴുവനായിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. എന്തെങ്കിലും കട്ടയിലുണ്ടെങ്കിൽ നമുക്കത് മാറ്റാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു കടലമാവിനെ ഒട്ടും തന്നെ കട്ടയില്ലാത്ത വിധത്തിൽ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ചൂടാക്കി വെച്ച നെയ്യിൽ നിന്ന് 1/2 കപ്പ് നെയ്യ് ചൂടോടുകൂടി ഈ ഒരു കടലമാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു വിസ്ക് വെച്ച് നന്നായിട്ട് ഈ ഒരു നെയ്യ് കടലമാവിൽ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു കടലമാവ് നെയ്യിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ കട്ടയില്ലാത്ത വിധത്തിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ ഒരു മാവ് ചെറിയ ചൂടോട് കൂടിയാണുള്ളത്. ഇതിൻ്റെ ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കാം. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കാം. നമ്മൾ ഈ ഒരു ഫ്ലെയിം ഓണാക്കുന്നതിന് മുമ്പ് ഈ ഒരു പഞ്ചസാരയും വെള്ളവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഷുഗർ സിറപ്പ് തയ്യാറാക്കിയാൽ മതി. നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്കൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഈ ഒരു ഷുഗർ സിറപ്പ് ഒരു നൂൽപ്പരുവായി വരുന്നത് വരെ നമുക്കിതിനെ തിളപ്പിച്ചെടുക്കാം. നമ്മളിങ്ങനെ വിരലുകൊണ്ട് തൊട്ട് നോക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു നൂല് പോലെ വരണം. അതേപോലെ നമ്മുടെ ഈ ഒരു ഷുഗർ സിറപ്പ് വിരലിലിങ്ങനെ ഒട്ടിപ്പിടിക്കും. ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കുറച്ചുകൂടി ഒന്ന് തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് മാവ് ഒഴിക്കുന്ന സമയത്ത് ഈ ഒരു മാവും ഷുഗർ സിറപ്പും മിക്സായിട്ട് വരില്ല. ഒരു പൊടി പോലെ ആയിട്ടാണ് വരാം. അപ്പോൾ ആ ഒരു കൃത്യസമയത്ത് തന്നെ നമ്മളിതിലേക്ക് മാവ് ഒഴിക്കണം. ഇതിലും കുറച്ചുകൂടി കട്ടി കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ നമ്മുടെ ഈ ഒരു മൈസൂർ പാക്ക് റെഡി ആയിട്ട് വരില്ല. ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു നൂൽപ്പരുവാകുന്ന ആ ഒരു സമയത്ത് തന്നെ മാവ് ഇതിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഷുഗർ സിറപ്പിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. അതേപോലെ മാവ് ഒഴിക്കുന്ന സമയത്ത് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ നമ്മളെ ബാക്കി വന്ന നെയ്യ് ചെറിയ ചൂടോടുകൂടി ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഈ ഒരു നെയ്യ് നമുക്ക് കുറച്ചായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതായത് 1/2 കപ്പ് നെയ്യാണ് നമ്മൾ ആദ്യം മാവിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. അപ്പം 1/2 കപ്പ് നെയ്യ് ബാക്കിയുണ്ട്. ഈ ഒരു 1/2 കപ്പിൽ നിന്ന് നമുക്ക് ആദ്യം 1/4 കപ്പ് നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നെയ്യ് ചെറിയൊരു ചൂടുണ്ട്. ഞാൻ ചെറിയൊരു ഫ്ലെയിമിൽ ഇങ്ങനെ ചൂടാൻ വേണ്ടിയിട്ട് നെയ്യ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഒരു നെയ്യ് ഈ ഒരു മാവിൽ നന്നായിട്ടൊന്ന് മിക്സ് ആകുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ നമ്മളിത് മിക്സ് ചെയ്തെടുക്കണം. ഇത് പെട്ടെന്ന് മിക്സായിട്ട് വരില്ല, കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഈ ഒരു നെയ്യ് ഈ ഒരു മാവിൽ മിക്സ് ആകുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഈ ഒരു നെയ്യ് നന്നായിട്ട് ഈ ഒരു മാവിൽ മിക്സ് ആയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള 1/4 കപ്പ് നെയ്യ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യം ഒഴിച്ച നെയ്യ് ഒന്ന് നന്നായിട്ട് മിക്സായി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ബാക്കിയുള്ള നെയ്യ് കൂടി ഒഴിച്ചിട്ട് ഈ ഒരു നെയ്യ് മുഴുവനും ഈ ഒരു മാവിൽ മിക്സായി വരുന്നത് വരെ നമുക്കിതിനെ ചൂടാക്കി എടുക്കാം. ഇപ്പോൾ ഞാൻ ബാക്കിയുള്ള 1/4 കപ്പ് നെയ്യ് കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു മാവ് ചെറുതായി ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്.
ഇനി നമുക്ക് ഈ ഒരു നെയ്യ് ഒട്ടും തന്നെ മുകളിൽ കാണാത്ത രീതിയിൽ നമുക്കിതിനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഈ ഒരു നെയ്യ് മുഴുവനായിട്ട് ഈ ഒരു മാവിൽ മിക്സ് ആകുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഈ ഒരു നെയ്യ് മുഴുവനായിട്ട് മാവിൽ മിക്സായി വരുന്ന സമയത്ത് ഈ ഒരു മാവ് പാനിൽ നിന്ന് വിട്ട് വരും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ച് ടൈം എടുത്തിട്ട് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഒഴിച്ച 1/2 കപ്പ് നെയ്യും ഈ ഒരു മാവിൽ നല്ലവണ്ണം മിക്സായി വന്നിട്ടുണ്ട്. അതേപോലെ ചെറുതായി ഒന്ന് തിളച്ച് വരുന്നുണ്ട്, പാനിൽ നിന്ന് വിട്ട് വരികയും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കാൻ വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ എടുത്ത് നോക്കുമ്പം ഒട്ടും തന്നെ സൈഡിലൊന്നും നെയ്യില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിന് ചൂടോട് കൂടി തന്നെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് ഒഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ഏത് പാത്രത്തിലാണോ ഒഴിക്കുന്നത് അതിൽ നന്നായിട്ട് നെയ്യ് തടവി കൊടുക്കണം. അതിന് ശേഷം വേണം ഈ ഒരു മാവ് ഒഴിക്കാൻ വേണ്ടിയിട്ട്. ചൂടെല്ലാം കുറഞ്ഞ് ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട് കുറച്ചധികം സമയം എടുക്കും. അപ്പോൾ നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് ഉറച്ച് വരുന്ന സമയത്ത് നമുക്കിതിനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാകുമ്പം ഇത് നന്നായിട്ട് ഉറച്ച് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഒരു അരമണിക്കൂർ കൊണ്ട് ചെറുതായി ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കത്തി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നന്നായി സെറ്റായതിന് ശേഷം കട്ട് ചെയ്തെടുത്താലും മതി. പക്ഷേ നമ്മൾ ഇങ്ങനെ ചെറിയൊരു ചൂടോടുകൂടി കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിത് നന്നായിട്ട് തണുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ മൈസൂർ പാക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ ഈ ഒരു മൈസൂർ പാക്കിന് നല്ല ചൂടുണ്ട്. ഇനി ചൂട് മുഴുവനും പോയതിന് ശേഷം നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റാം. മൈസൂർ പാക്ക് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും വേണം ഇതൊന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട്. സമയം കഴിയുന്നോറും ഇത് നന്നായിട്ട് കട്ടിയായിട്ട് വരും. പക്ഷേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മൈസൂർ പാക്കാണിത്. നല്ല സോഫ്റ്റ് മൈസൂർ പാക്ക് ആയതുകൊണ്ട് തന്നെ നമുക്കിതിന് എത്ര സമയം കഴിഞ്ഞാലും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മളിത് ആദ്യം തന്നെ കട്ട് ചെയ്ത് വെച്ചതുകൊണ്ട് നമ്മളിത് പാത്രത്തിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഓരോ പീസായിട്ട് നമുക്കിത് എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. ഷുഗർ സിറപ്പ് തയ്യാറാക്കുന്ന സമയത്ത് ഒരു നൂൽപ്പരുവാകുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കണം. ആ സമയത്ത് മാവ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.